നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. 100 ദിവസങ്ങൾ ഒരു വീടിനകത്ത് കിടന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ബിഗ് ബോസ് ഗെയിം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ചില മത്സരാർത്ഥികൾ. പുതിയ സീസൺ തുടങ്ങിയതിനു ശേഷവും പലർക്കും ഈ മത്സരം എന്താണെന്ന് മനസ്സിലാകുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി എത്തിയിരിക്കുകയാണ്. നടൻ ഗബ്രിയും ജാസ്മിനും ചേർന്നുള്ള സൗഹൃദത്തെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. അതിലേക്ക് റസ്മിൻ കൂടി ചേർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മൂവരും ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചിലർ പരിഹാസങ്ങളുമായി എത്തി. അത്തരത്തിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രചരിക്കുന്ന ചില എഴുത്തുകൾ ഇങ്ങനെയാണ്: ഒരു ശരാശരി മലയാളി യുവാവ് സ്വപ്നം കാണുന്ന ജീവിതം എന്താണോ അതാണ് ഗബ്രി ഇപ്പോൾ അനുഭവിക്കുന്നത്. മലയാളം ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ ചെക്കൻ ആർമാദിക്കുകയാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നം കണ്ടിട്ടുള്ള ബിഗ് ബോസ് വീട്ടിൽ ഫ്രീ ആയിട്ട് താമസം, 4 നേരം ഭക്ഷണം, പോക്കറ്റ് നിറയെ പൈസ, ഇടതും വലതും മാറി മാറി സ്നേഹിക്കാനും കൊഞ്ചിക്കാനും 2 തരുണിമണികൾ. ഗബ്രി ഈസ് ലിവിംഗ് ദ ഡ്രീം ലൈഫ് ഓഫ് ആൻ ആവറേജ് മല്ലുഗൈ. നമുക്ക് അവരോട് തോന്നുന്ന ചൊറിക്ക് ഒറ്റ നിർവചനമേ ഉള്ളൂ: അസൂയ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞാൽ ഒരുതരം സദാചാര അമ്മാവൻ കോംപ്ലക്സ്. നമുക്ക് കിട്ടാത്തത് അവന് കിട്ടുമ്പോൾ തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ്. ത്രികോണ സ്ട്രാറ്റജി ആയിട്ടുണ്ട്. ഇനി എത്ര കോൺ വരെ പോകുമെന്ന് നോക്കാം. ഇന്നത്തെ യുവാക്കൾ സ്കൂളിലും കോളേജിലുമൊക്കെ സ്വപ്നം കാണുന്ന ജീവിതം അവൻ ആഘോഷിക്കുന്നു. നമ്മൾ അസൂയപ്പെട്ട ചൊറിയുന്നു. നമ്മൾ ചൊറിഞ്ഞാൽ അവനൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. അത്ര തന്നെ. അവൻ കപ്പിനെ മോഹിച്ചു വന്നവനല്ല, കപ്പിളാവാൻ മോഹിച്ചു വന്നവനാണെന്ന് ഗബ്രിയെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുകയാണ്. അതേസമയം ഈ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. സൗഹൃദം കാണുമ്പോൾ കുരുപൊട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇവന്റെ ഉള്ളിലെ ഇന്റൻഷൻ സൗഹൃദമാണോ സ്ട്രാറ്റജിയാണോ എന്ന് എങ്ങനെ അറിയും? ഒരാഴ്ച മാത്രമല്ലേ അവർക്ക് തമ്മിൽ അറിയാവൂ. ന്യൂ ജനറേഷൻ ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾക്ക് മിക്സഡ് സൗഹൃദം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. അവൻ ഇന്നലെ അവളോട് പറഞ്ഞല്ലോ, 50 ലക്ഷം കിട്ടുമ്പോൾ നീ എടുത്തോളാൻ. അവൻ അതിനുവേണ്ടി അല്ല വന്നതുപോലും, എൻജോയ് ചെയ്യാനാണത്രേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ ഇഷ്ടം ജാസ്മിനോട് ഉണ്ടായിരുന്നു. ഇതിൽ വന്നതോടെ അത് പോയി കിട്ടി. റസ്മിൻ വിചാരിക്കുന്നത് ഇവരുടെ കൂടെ കൂടിയാൽ സേഫ് ആകും എന്നാണ്. സിജോ, റോക്കി, ജാസ്മിൻ, ഗബ്രി ഇവർ ലവ് ട്രാക്കോ ഒറിജിനൽ പ്രണയമോ എന്താണെങ്കിലും അതിനിടയിൽ അവർ ഗെയിം പ്ലാൻ ചെയ്യുന്നുമുണ്ട്. റസ്മിൻ, അപ്സര കുറെ പേർ മാത്രമാണ് ഇത് ഗെയിം ആണെന്ന രീതിയിൽ കളിക്കുന്നുള്ളൂ. നുറയും ജിൻഡോയും ഗെയിമിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇമോഷണലി ആണ് ഗെയിമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചില വാക്കുതർക്കത്തിൽ അവർ പെട്ടെന്ന് ഡൗൺ ആകുന്നു. ജാൻമണിക്ക് ശരിക്കും ഗെയിം അറിയുമോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. എല്ലായിടത്തും ബഹളം വെച്ച് നടക്കുന്നുമുണ്ട്. ഈ ഗെയിമിനെ ഒരിക്കലും ഇമോഷണൽ രീതിയിൽ കാണരുത്. അങ്ങനെയുള്ളവർക്ക് ഈ ഷോ പറ്റില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.